നല്ല മഴയത്ത് കാടും മലയുമൊക്കെ ആസ്വദിച്ച് ഒരു യാത്ര പോയാലോ? അങ്ങനെയാണ് ഞങ്ങൾ മസനഗുഡിയിലേക്ക് പോകുന്നത്. അതുവഴി ഊട്ടിയിലേക്കല്ല കേട്ടോ. തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ മുതുമല ടൈഗർ റിസർവിൽ ഉൾപ്പെടുന്ന മറവക്കണ്ടി എന്ന വാച്ച് ടവറാണ് ഞങ്ങൾ ഇന്ന് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഈ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. യാത്ര തുടങ്ങുമ്പോൾ മുതൽ അവസാനിക്കുന്നത് വരെ മഴ ഒരു ബാക്ക്ഗ്രൗണ്ട് പോലെ ഞങ്ങളോടൊപ്പം സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. നല്ല മഴയും മഞ്ഞുമൊക്കെ ആസ്വദിച്ച് നിലമ്പൂർ നാടുകാണി ചുരം വഴി മുതുമല ടൈഗർ റിസർവിലേക്ക് ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. മസനഗുഡി ടൗൺ കഴിഞ്ഞ് ഇടത്തേക്കുള്ള വഴി കയറി കുറച്ചു ദൂരം പോകുമ്പോൾ ദൂരെ നദീതീരത്ത് മറവക്കണ്ടി വാച്ച് ടവർ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് രാവിലെ കൂടി നല്ല മഴ പെയ്തതിനാൽ വഴിയാകെ ചെളിയും വെള്ളവും നിറഞ്ഞിരിക്കുകയാണ്. പലപ്പോഴും കാറിൻ്റെ ടയർ സ്കിഡ് ചെയ്യുന്നുണ്ടായിരുന്നു. എങ്കിൽ തന്നെയും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കാർ നമുക്ക് വാച്ച് ടവറിൻ്റെ മുമ്പിൽ എത്തിക്കാൻ സാധിക്കും. നദീതീരത്ത് 4 തൂണിൽ നിൽക്കുന്ന മനോഹരമായൊരു വാച്ച് ടവറാണിത്. മൃഗങ്ങളുടെ നല്ല സാന്നിധ്യമുള്ള സ്ഥലമായതിനാൽ ചുറ്റും ഇലക്ട്രിക് ഫെൻസിംഗ് ഉണ്ട്. ഞങ്ങൾ വരുന്നതിന് തലേദിവസം ഒരൊറ്റയാൻ വാച്ച് ടവറിൻ്റെ പിന്നിലൂടെ നടന്നു പോയതായി വാച്ചർ മാതൻ പറഞ്ഞിരുന്നു. മറവക്കണ്ടി വാച്ച് ടവറിൽ ഒരേ സമയം 2 ഗ്രൂപ്പുകൾക്ക് താമസിക്കാം. ഏറ്റവും താഴത്തെ മുറി കെയർടേക്കർ കൂടിയായ വാച്ചർ താമസിക്കുന്നതാണ്. തൊട്ട് മുകളിൽ കാണുന്ന മുറിക്ക് മറവക്കണ്ടി വ്യൂ 1 എന്നാണ് പറയുന്നത്. അവിടെ 2 ബെഡുകളാണുള്ളത്. 3-ാം നിലയിലുള്ളതാണ് മറവക്കണ്ടി വ്യൂ 2. ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് മറവക്കണ്ടി വ്യൂ 2 ആണ്. ഒരു വാച്ച് ടവറിൽ ഒരുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച നിലയിലാണ് മറവക്കണ്ടി വാച്ച് ടവറിലെ റൂമുകൾ ഒരുക്കിയിരിക്കുന്നത്. മുറിയും ബാത്റൂമും ഒക്കെ നല്ല വൃത്തിയുള്ളതാണ്. മാത്രമല്ല മറവക്കണ്ടി മുറിയിൽ നിന്ന് പുറത്തേക്ക് കാണുന്ന നദിയും കാടും മലകളും ഒക്കെ ചേർന്ന കാഴ്ച അതൊരു ഒന്നൊന്നര ഫ്രെയിമാണ്. വാച്ച് ടവറിൻ്റെ പുറത്ത് ഒരു ചെറിയ വരാന്തയുണ്ട്. അവിടെ നിന്നാൽ മറവക്കണ്ടി അണക്കെട്ട് റിസർവോയറിൻ്റെ 180 ഡിഗ്രി വ്യൂ കാണാം. കാടിൻ്റെ ഉള്ളിലെ വാച്ച് ടവർ ആയതിനാൽ ഇവിടെ ഭക്ഷണം പാകം ചെയ്യാറില്ല. കെയർടേക്കറോട് പറഞ്ഞാൽ ഭക്ഷണം പുറമേ നിന്ന് എത്തിച്ചു നൽകും. അല്ലെങ്കിൽ മസനഗുഡി ടൗണിൽ പോയി ആഹാരം കഴിക്കുകയോ മേടിച്ചുകൊണ്ട് വരികയോ ചെയ്യാവുന്നതാണ്. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഫോറസ്റ്റ് ആയതിനാൽ 7 മണിക്ക് ശേഷം വാച്ച് ടവറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ അനുവാദമില്ല. അതുകൊണ്ട് തന്നെ അതെല്ലാം 7 മണിക്ക് മുമ്പ് ചെയ്യുന്നതാണ് നല്ലത്. നല്ല കാറ്റും മഴയും ആയതിനാൽ രാത്രിയാകും തോറും തണുപ്പ് കൂടിക്കൂടി വരികയാണ്. ഏതെങ്കിലും മൃഗങ്ങളുടെ സൈറ്റിംഗ് ഉണ്ടോ എന്നറിയാൻ സെർച്ച് ലൈറ്റുമായി ഞങ്ങൾ കാത്തിരുന്നു. രാത്രി ഏറെ വൈകിയപ്പോൾ ഒരു കൂട്ടം പുള്ളിമാനുകൾ വാച്ച് ടവറിൻ്റെ അരികിലൂടെ കടന്നുപോയി. പിന്നെയും ഏറെ നേരം കാത്തിരുന്നുവെങ്കിലും ഒന്നിനെയും കാണാൻ സാധിച്ചില്ല. ആനയെ കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. തിരികെ ഇറങ്ങിയപ്പോൾ വഴിയരികിൽ വെച്ച് അതും സാധിച്ചു. തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ